ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാനൊരു കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 3 സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. ഞാൻ 3 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അത് കുറവാണ്. കാരണം നിങ്ങൾ എത്രത്തോളം നെയ്യ് ഇടുന്നോ അതാണ് ഈ കേസരിയുടെ ടേസ്റ്റ്. അങ്ങനെ ഈ നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വറക്കാം. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി വറക്കുകയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരി ആയിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലേക്ക് വറുത്ത് കോരുകയാണ്. ഇനി നമ്മുടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു റവ കേസരിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ റവ കേസരി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും റവ കേസരി ഉണ്ടാക്കുന്നത്. എല്ലാം നമുക്ക് സേമിയ കൊണ്ടൊക്കെ കേസരി ഉണ്ടാക്കാം. അതിനായിട്ട് നോക്കൂ, ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് റവയാണ് എടുക്കുന്നത്. അത് ഞാൻ ഈ നെയ്യിൽ നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ്. ഒന്ന് നന്നായിട്ട് കുറച്ചല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണല്ലോ ഈ കേസരി. അധികം കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊന്ന് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ കേസരി പല തരത്തിലുണ്ട്. ശരിക്കും കേസരിയിൽ ആ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ സാഫ്രോണാണ് ചേർക്കുന്നത്. നമ്മൾ സാഫ്രോൺ അല്ല കേട്ടോ, നമുക്ക് വീട്ടിലിപ്പോൾ എപ്പോഴും സാഫ്രോൺ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നോക്കൂ, നിങ്ങൾക്ക് പാലിലോ വെള്ളത്തിലോ എന്തിൽ വേണമെങ്കിലും ആക്കാട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ട് ഞാൻ. അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാം. അത് ഞാൻ കാണിക്കാം. നമ്മുടെ റവ നന്നായിട്ട് ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് ബ്രൗൺ കളറായാൽ ഇപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കപ്പില്ലേ, ആ കപ്പിൽ എത്രയാണോ നമ്മൾ റവ എടുത്തത് വെച്ചാൽ അതിൻ്റെ നേരെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയിലാണ് ഞാൻ നേരത്തെ എടുത്തത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, അതേ കപ്പിൽ തന്നെ ഇവിടെ തിളപ്പിച്ച് വെച്ച വെള്ളമുണ്ട്, അത് ഞാൻ 2 കപ്പ് ഇതിലേക്ക് ഒഴിക്കും. നോക്കൂ, ഇങ്ങനെ ഒഴിക്കാൻ പോവാണ്. നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഈ സമയത്താണ് ഞാൻ ആ യെല്ലോ കളറ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. റവയാണ്, അത് കട്ടി പിടിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അടിയിൽ പിടിക്കരുത് പാത്രത്തിൻ്റെ. ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നോക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നെയ്യ് ഉപയോഗിക്കാം. നെയ്യാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കേട്ടോ. റവ കുറുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റവ നന്നായിട്ട് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിന് പഞ്ചസാര ഇടണം നമുക്ക്. ഞാനിപ്പോൾ എങ്ങനെയാണ് പഞ്ചസാര ഇടുന്നത് വെച്ചാൽ, 1 കപ്പാണെങ്കിൽ ഏകദേശം 1.5 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നും കൂടി ആ പഞ്ചസാര മെൽറ്റായിട്ട് നമ്മളിതൊന്നും കൂടി ഒരു വെള്ള രൂപത്തിലാവും. അപ്പോൾ കുറച്ചായിട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു റവ എടുക്കാൻ, അതേ കപ്പിൽ തന്നെയാണ് ഞാൻ ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്തത്. നിങ്ങൾക്ക് സ്വീറ്റ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറവെടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, നേരത്തെ നന്നായിട്ട് തിക്കായിട്ട് വന്നതായിരുന്നു. നമ്മൾ ഈ പഞ്ചസാര ഇടുന്നതിനനുസരിച്ച് എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീണ്ടും കുറുകിക്കൊണ്ടിരിക്കുന്നില്ലേ. കേസരി റെഡിയായി തുടങ്ങി, നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലിടുന്നു. കുറച്ച് ടേസ്റ്റിനായിട്ട് കുറച്ച് ഏലക്കായ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
അങ്ങനെ നമ്മുടെ കൊതിയൂറും കേസരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് അങ്ങനെ എടുത്തു വെക്കും കുറച്ച് നേരം. അതിന് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ കേസരി കഴിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതേപോലെ കമൻസ് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേസരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേ പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, വേറൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ചു വയ്ക്കാം. താങ്ക് യു. അങ്ങനെ നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. താങ്ക് യു.